ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇനിയും ഇതിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അവർ പറയാതെ പറയില്ലല്ലോ, അപ്പോൾ പേടി കൊണ്ടാണ് ആരും ഇത് പുറത്ത് പറയാത്തത്. ഇവിടെ കഴിഞ്ഞ ദിവസം കോരങ്ങാട് നിന്നൊരു കളവ് കേസിലെ പ്രതിയായ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ഇതിൽ ഈ 5 ആളെ പോലെ തന്നെ അത് നിർണായകമായ പങ്കുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അവർ കളിച്ച് തിരിച്ച് ഇന്നലെ എക്സാം എഴുതിയിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നവുമില്ല, ജുവനൈൽ ആക്ട് പ്രകാരം നമുക്കൊരു പ്രശ്നവുമില്ല. അത് പറയുന്നത് കൊണ്ടാണ് ഈ പ്രചോദനം കുട്ടികൾക്ക്, അല്ലേ? കുട്ടികൾ ഈ സ്കൂൾ അല്ല, അതായത് അങ്ങനല്ല. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം എവിടെയാണെന്നുള്ള കുട്ടികൾക്ക് ശരിക്കും ബോധ്യമായി. ഇത്ര ശിക്ഷ കിട്ടും, ഇനിയും നമുക്ക് തുടരാം എന്നുള്ള. എനിക്ക് നഷ്ടപ്പെട്ട വേദന നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു അമ്മ ഒരു കുട്ടിയെ പെറ്റുപോറ്റി ആവുന്ന ആ സമയത്തുള്ള വേദന, അത് ഒരു ജീവൻ അങ്ങോട്ട് പൊലിയുന്ന, അത് സാധാ ഒരു അസുഖം കൊണ്ട് ആയിട്ട് പൊലിയാണെങ്കിൽ സമാധാനം, അത് അസുഖം വന്നിട്ട്. അതല്ല, നല്ല രീതിയിൽ എൻ്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് പിന്നെ വരുന്നത് കേൾക്കുന്നതും അവൻ ജീവനില്ല, ചേതനേറ്റ ശരീരം. അപ്പോൾ ആരാ താങ്ങ ഇത്? ഇന്നലെ രാത്രി 12 മണി 1 മണിയായ സമയത്ത് അബോധാവസ്ഥയിൽ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്. ചെറിയൊരു കൊച്ചു കുട്ടിയുണ്ട്. ഇതൊക്കെ ആര് കാണുന്നു, ആരറിയുന്നു? ഇത് ഇന്നും നാളെയും മറ്റന്നാളും അല്ല ഒരാഴ്ച ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ തേച്ചുമാക്കിയപ്പെട്ട് ഇനി അടുത്തൊരു പ്രശ്നം വരുന്ന സമയത്താണ് നമ്മളെ അധികാരികളും മീഡിയകളും ഗവൺമെൻറ്റും കണ്ണു തുറക്കുക. ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് രാവിലെ പല ആളുകളും ഗവൺമെൻറ് ടീച്ചേഴ്സും അല്ലാതെ ആളുകളൊക്കെ ഇവിടെ വന്ന് അവരോട് ഞാൻ പല അഭിപ്രായങ്ങൾ ചോദിക്കും. അവർ പറയുന്നത് ഇത് ശക്തമായിട്ട് എതിർക്കപ്പെട്ടാൽ മാത്രം പോരാ. ഇത് യഥാർത്ഥ പ്രതികൾ, നിരപരാധികൾ കൊടുങ്ങാൻ പാടില്ല. യഥാർത്ഥ പ്രതികൾ ഏത് കണ്ണ് നോക്കാതെ, അച്ഛനായാലും അമ്മയായാലും എൻ്റെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടണം എന്ന് അവരും പ്രതിജ്ഞ എടുക്കണം. എന്നാലേ അടുത്ത കുട്ടികളിലേക്കും അല്ലെ അവരുടെ ഈ അക്രമ വാസന ഒഴിവാകുകയുള്ളൂ. ഇതിപ്പോൾ ലഹരി പറയുന്നുണ്ട്, എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കില്ല. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എൻ്റെ കുട്ടി. ഞാൻ ഈ പ്രതികരിക്കാൻ കാരണം, ഞാൻ ഇതുവരെ കൂടുതലൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പുറത്ത് നിന്ന് ഇവിടെ വന്ന പല ആളുകൾ, ദൂരെ നിന്ന് വന്ന ആളുകളുണ്ട്. ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ സ്കൂളിൽ പോയിട്ട് അന്വേഷണം നടത്തി. അവരൊക്കെ ഇവിടെ വന്ന് എന്നോട് പറയാൻ, ഈ കുട്ടിക്കായല്ലോ ഈ ഒരു അനുഭവം വന്നത്. എന്തെങ്കിലും ഒരു വിശ്വാസത്തിൽ അവനുണ്ടെങ്കിൽ, സ്കൂളിൽ നിന്നായാലോ അല്ലെങ്കിൽ അവൻ്റെ നഴ്സറിയിലായി കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു വിഷയം അവൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ പോയിട്ടല്ലേ എന്നൊരു സംഭവം. അതില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നത്, എൻ്റെ മകൻ അതിന് പോയില്ല, നല്ല അഭിപ്രായങ്ങളാണല്ലോ പറയുന്നത്. പക്ഷേ അവനെ കുറച്ചും കൂടി എനിക്ക് അവന് വിചാരിച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു, അവനൊന്ന് കണ്ടീഷനായിട്ട് ഒന്നും കൂടി ഇതാക്കാമായിരുന്നു എനിക്ക്. പക്ഷേ അതിനുള്ള സാമ്പത്തികം എനിക്കില്ലായിരുന്നു. പക്ഷേ ഇതെനിക്ക് പറയാനുള്ളത്, ഈ ഒരു അനുഭവം അതും പക്ഷെ പറഞ്ഞുതരാം, രാഷ്ട്രീയം ഇതിൽ ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയമോ മതമോ എടുത്തിട്ട് ഒന്നും നോക്കരുത്. ഈ ഗവൺമെൻറ്റിന് നല്ല ബോധപൂർവം ഇതിൽ ആരാണോ വന്നത്, ഇതിൽ എങ്ങനെയാണോ സംഭവിച്ചത്, നേരായ വഴിയിൽ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികൾ, അത് ചിലപ്പം സ്വന്തം പാർട്ടിയിലുള്ള ആളായിരിക്കാം, അതെ മറ്റവർ, ആ വാഗ്ദാനങ്ങളിലൊന്നും വഴങ്ങാതെ ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് ശിക്ഷ വാങ്ങിക്കൊടുത്ത് മാതൃകയാവണം. എന്നിട്ട് മറ്റുള്ള കുട്ടികളോട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതായത് ഇന്നിപ്പം 15 വയസ്സായ കുട്ടികളാണ് ഇത് ചെയ്ത്, നാളെ അവർ 10 വയസ്സുള്ള കുട്ടികളാണ് ഇത് ചെയ്യാൻ പോകുന്നത്. മാഷുമാർക്കോ ടീച്ചേഴ്സിനോ ഇവരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത സ്റ്റേജാണ് അവർ പോക്കരിക്കുക ചെയ്യുന്നത്, മാറിനെ പിടിക്കുന്നത്. അതുകൊണ്ട് അവരും ഒരു പരിധിയുണ്ട്. ഇത് ഗവൺമെൻറ് ഇടപെട്ട് ശിക്ഷ വാങ്ങിക്കൊടുത്ത് നീതിപീഠവും കൺതുറന്ന് നിഷ്പക്ഷമായി ഇതിന് പരമാവധി കിട്ടാവുന്ന ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഒരാളെയും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ പഴുതടച്ചുകൊണ്ട് അന്വേഷണങ്ങൾ പൂർത്തീകരിച്ച്, ഇപ്പോൾ ഇനി വരുന്ന കുട്ടികളുണ്ട് ഇവിടെ പ്രതിയായി എന്ന് പറഞ്ഞ കള്ളക്കേസിൽ, അത് കളവ് കേസ് പ്രതിയായ കുട്ടീൻ്റെ അച്ഛൻ്റെ മകന് ഇതിലുണ്ട്, യഥാർത്ഥ പ്രതി തന്നെ. പക്ഷെ ഓന് ഇതിൽ അറിഞ്ഞില്ല, ഓൻ ഒഴിഞ്ഞു മാറി. അവന് ഇവിടെയുള്ള ആളല്ല, പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിച്ച ആളാണ്. പിന്നെ അവനെ ആർക്കും അങ്ങനെ അറിയില്ല. പക്ഷേ ഇതിൽ മെയിൻ കണ്ണിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഓരോ ദിവസം വെളിപ്പെടുമെന്ന് പറയുന്നില്ലേ. സത്യം മറച്ചു വെക്കാൻ ആർക്കും